ഹലോ ഗൈസ്, എൻ്റെ ബ്രോ എന്നൊരു ആമ്പൽക്കുളം ഉണ്ടാക്കാൻ പോവുകയാണ്. ആമ്പല് നടാനായിട്ട് കുറച്ച് ചളി വേണം. അതുകൊണ്ട് നമ്മൾ തോട്ട് പോയിട്ടാണ് ചളി എടുക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഒരേ ഒരു ബ്രോ. നമ്മളങ്ങനെ തോട്ടിലൊക്കെ എത്തിയിട്ട് ഇതാ ബ്രോ ഇതാ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ്. പൊതുവേ ഇതിന് അണക്കെട്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ തോട് എന്നാട്ടാ പറയല്. ബ്രോ അങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ട് ചളി നോക്കി പോവാണ് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ പാലം. കണിയാരത്തേക്ക് പോകുന്ന റോഡും കൂടിയാണ് കേട്ടോ അത്. അങ്ങനെ ഞാനും വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. അങ്ങനെ ബ്രോ പോകുന്നതിന്റെ പിന്നാലെ ഞാനും പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കരക്കും കയറി നിൽക്കുകയാണ് കേട്ടോ. താക്കോല് പിടിച്ചോന്ന് പറഞ്ഞിട്ട് എറിഞ്ഞേരിയാണ്. അങ്ങനെ ബ്രോ ദാ ചളി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പണ്ട് ഈ പാലത്തിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തോട്ടുകൂടി ആയിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ബക്കറ്റ് ചെളിയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും കൂടി നിറയ്ക്കാണ് കേട്ടോ. ഈ ഒരു ചെടിയത്തെ ഒരു കായ് കണ്ടില്ലേ, നമ്മൾ ഇതിനെ പടക്കം നാട്ടാ പറയല്. പണ്ട് നമ്മൾ ഇതിനെ ഒരുപാട് പൊട്ടിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അവിടെ കണ്ട രണ്ട് പൂക്കളാണ് ഇട്ടത്. അങ്ങനെ ചളിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബ്രോദ വരികയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെടുത്ത ചളി. അങ്ങനെ ചളിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പുരേക്കും പോവാണ്. ഇനിയാണ് കേട്ടോ ഇതിന്റെ മെയിൻ പണി, പ്ലാസ്റ്റിക് വിരിക്കല്. അങ്ങനെ ബ്രോ ഒറ്റക്കൻ എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചളി ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഇതിലേക്ക് ചാണകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതിലേക്ക് ചെളി ഇട്ട് കൊടുക്കുന്നത്. ചാണകം ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ബ്രോ അത് കൈ വെച്ചിട്ട് നല്ലോണം നിരത്തി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ വേസിലുള്ള ആമ്പലൊക്കെ പറിച്ചെടുക്കാണ് കേട്ടോ. പറിച്ചെടുത്ത ആമ്പൽ ഇതാ ചെളിയിലേക്ക് നട്ടു കൊടുക്കാണ് കേട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ള ആമ്പലാണ് ഇട്ടത്. 3 വേസിലായിട്ട് നട്ടിട്ടുള്ള ആമ്പല്. അങ്ങനെ രണ്ടാമത്തെ വേസത്തെ ആമ്പലും കൂടി പറിച്ചെടുക്കാണ്. ഇനിയിപ്പോ 3ാമത്തെ വേസിലുള്ള ആമ്പലും കൂടി പറിക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 വേസിലുള്ള ആമ്പലും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കണം. വെള്ളം നിറക്കാനായിട്ട് ബ്രോ ഇതാ ഓസ് കുത്തുകയാണ്. അപ്പൊ ഇതാ കുളത്തിൽ വെള്ളം നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്രോന്റെ ആമ്പൽക്കുളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ആമ്പൽക്കുളത്തിനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.